നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 704th day. Today 23rd sloka of Pradhama Skandha 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 704-ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകം. സഹൃദ്യദർശിതം രൂപം മേതത് കാമായതേനകാ മത്കാമശനകൈ സാധു സർവാമുഞ്ചതി ഹൃച്ഛയാൻ. ഓം തത്സത്. സഹൃദ്യദർശിതം രൂപം യേത്കാമായതേനകാ മത്കാമശനകീ സാധു സർവാമുഞ്ചതി ഹൃച്ഛയാൻ. ഓം തത്സത്. സകൃത് ദർശിതം രൂപം യത് ഏതത് തേ അനഘ ഏതത്തെ അനഘ മത് കാമ ശനകേ സാധു സർവാൻ മുഞ്ചതി ഹൃച്ഛയാൻ. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. സകൃത് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ, ദർശിക്കപ്പെട്ടു എന്നത്, രൂപം എൻ്റെ സ്വരൂപം, യത് യാതൊന്നു, ഏതത് ഇത്, അനഘ എന്ന് പറഞ്ഞാൽ പാപം നശിച്ചവനെ, ദോഷമില്ലാത്തവനെ, ദോഷരഹിത, തേ നിൻ്റെ, കാമായ ആഗ്രഹത്തിനായിക്കൊണ്ട്, മത് കാമ എന്നിൽ ആഗ്രഹത്തോടു കൂടിയ, സാധു എന്ന് പറഞ്ഞാൽ സജ്ജനം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. സജ്ജനം, ശനകേയ് മെല്ലെ മെല്ലെ, സർവാൻ സകലങ്ങളായ എല്ലാമായിട്ടുള്ള, ഹൃച്ഛയാൻ കാമങ്ങളെ, മുഞ്ചതി സർവാൻ മുഞ്ചതി എല്ലാം ഉപേക്ഷിക്കുന്നു. അതായത് ഒരിക്കൽ ഭഗവാന്റെ രൂപത്തെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. നിനക്ക് എന്നിലുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടും ആ ആഗ്രഹം അധികരിക്കുവാൻ വേണ്ടിയിട്ടും ആകുന്നു. ആ കുട്ടിയായിട്ടുള്ള നാരദർക്ക് ഭഗവാനിലുള്ള ആഗ്രഹം നശിക്കാതെ വീണ്ടും വീണ്ടും അധികരിക്കുവാൻ വേണ്ടി, ഭഗവാനെ കാണണമെന്നുള്ള അതിയായ മോഹത്തിന് ഒരു ഫലമുണ്ടാക്കി ആ മോഹം കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഒരിക്കൽ എൻ്റെ രൂപം കാണിച്ചു തന്നത്. സജ്ജനങ്ങൾക്ക്, എന്നിലുള്ള ആഗ്രഹത്തോടു കൂടിയ സജ്ജനങ്ങൾക്ക് മെല്ലെ മെല്ലെ അവരുടെ എല്ലാവിധ പാപങ്ങളും ദോഷവൃത്തികളും നശിച്ച് എന്നെ കാണാൻ ഉള്ള ആഗ്രഹം കൂടിക്കൂടി വരും എന്ന് ഭഗവാൻ പറയുകയാണ്. ഭഗവാന്റെ അശരീരി അതിരി നാരദർക്ക് കേൾക്കുകയാണ്. ആ വിജനമായ സ്ഥലത്ത് കാട്ടിൽ ഒരു അശ്വത്ഥൻ്റെ ചുവട്ടിലിരുന്ന് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരുന്ന നാരദരുടെ ഹൃദയത്തിൽ ഭഗവാന്റെ രൂപം ഉണ്ടാവുകയും ഉടനെ മറയുകയും ചെയ്തു. അപ്പോൾ നാരദർക്ക് വളരെയധികം വ്യസനമുണ്ടായി. ഭഗവാനെ കാണുന്നില്ലല്ലോ എന്ന് കരുതി വിഷമിക്കുമ്പോൾ അവിടെ പെട്ടെന്ന് ഒരു അശരീരി ഉണ്ടായി. ആ അശരീരിയാണ് ഇപ്പോൾ നാം കേൾക്കുന്ന വാക്കുകൾ. അശരീരി ഭഗവാന്റെ തന്നെ വാക്കുകളാണ്. ആ വാക്കുകൾ പറയുകയാണ്, നിനക്ക് ഞാൻ എൻ്റെ രൂപം ഒരിക്കൽ കാണിച്ചു തന്നത് നിനക്ക് എന്നിലുള്ള ആഗ്രഹം വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ്.
ഭഗവാനെ തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന നാരദർക്ക് ആ ആഗ്രഹം കൂടി വരുവാൻ വേണ്ടി, നശിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് എനിക്ക് ഒരു പ്രാവശ്യം എൻ്റെ രൂപം കാട്ടിത്തന്നത്. ഭഗവാനിലുള്ള ആഗ്രഹം കൂടിക്കൂടി വരുംതോറും ഒരു മനുഷ്യനിലുള്ള സകല ദോഷവൃത്തികളും ഇല്ലാതാകുന്നു. ക്രമേണ എല്ലാവിധ ദോഷവൃത്തികളും പാപങ്ങളും ഇല്ലാതായി പോകും. പാപരഹിതനായ നാരദരെ പാപരഹിതനായവനെ അനഘ എന്നാണ് സംബോധന ചെയ്യുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഭഗവാന്റെ ആ രൂപത്തിൻ്റെ മഹാത്മ്യമാണ് ഇവിടെ ഭഗവാൻ തന്നെ പറഞ്ഞു തരുന്നത്. ഒരിക്കൽ കണ്ടാൽ പിന്നെ ആ ഭഗവത് രൂപം നമ്മിൽ വീണ്ടും വീണ്ടും കാണണമെന്നും വീണ്ടും വീണ്ടും ഭഗവാനിൽ ലയിക്കണമെന്നുമുള്ള ആഗ്രഹം കൂടിക്കൂടി വരും. അതിനായിക്കൊണ്ടാണ് ഞാൻ കാട്ടിത്തന്നത് എന്നുള്ള മാതിരി പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. സകൃദ്യദർശിതം രൂപം ഏത്കാമായത്തേനക മത്കാമശനകൈ സാധു സർവാൻ മുഞ്ചതി ഹൃച്ചയാൻ. ഓം തപ് സത്. ഹൃച്ചയാൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ, കാമങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കൈക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.